ഹലോ. അമ്പലത്തിലെത്തുമ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന ഈ ഒരു തെറ്റ് എങ്ങനെ തിരുത്താമെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഒന്ന് കേട്ടു നോക്കൂട്ടോ ഈ വീഡിയോ. പ്രാർത്ഥനകളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് പ്രശ്നങ്ങളെ കൊണ്ടുതരുന്നത്. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങൾ അമ്പലത്തിലോ പള്ളിയിലോ നിസ്കാര സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്ന ഉടനെ ആ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിനെ കാണുന്നുടനെ സർവാഭരണഭൂഷിതനായ ഒരു ഭഗവാന്റെ വിഗ്രഹം അതിൽ കാണും. നല്ല ഉടയാടൊക്കെ ഇട്ട് വിളക്കൊക്കെ കത്തിച്ച് നല്ല ഭംഗിയുള്ള നല്ല തിളക്കമായിരിക്കും ആ പോയിന്റിലേക്ക്, അല്ലേ? നമ്മൾ എവിടെയെങ്കിലും ചെല്ലുന്നുണ്ടെങ്കിൽ ഗോൾഡ് പോലെ തിളങ്ങുന്ന എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടൊന്ന് നോക്കും. നമ്മുടെ കാഴ്ച അതിലേക്ക് കേന്ദ്രീകൃതമാകും. ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ പള്ളിയിൽ പോകുമ്പോൾ ആ വിഗ്രഹത്തിലെ അണിയിച്ചൊരുക്കിയ ബിംബത്തിനെ കാണുന്നുണ്ടെങ്കിൽ നമ്മളുടെ ദൃഷ്ടി അതിൽ കോൺസെൻട്രേറ്റ് ആവുന്നു. അപ്പോൾ നമ്മുടെ ഒരു സെൻസ് ആക്റ്റീവായി. ഇനി അങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു മണിനാദം അല്ലെങ്കിൽ ഒരു മന്ത്രോച്ചാരണം അല്ലെങ്കിൽ ഒരു കതിന പൊട്ടിക്കുന്നൊക്കെ കേൾക്കുന്നത്. നമ്മുടെ ശ്രവണ ശക്തി കോൺസെൻട്രേറ്റ് ആയി ആക്റ്റീവായി. അങ്ങനെ രണ്ട് ഇന്ദ്രിയങ്ങൾ ആക്റ്റീവായി നിൽക്കുന്ന സമയത്തായിരിക്കും ഒരു ദീപാരാധനയും കർപ്പൂരവും ഒക്കെ ആയിട്ട് വരുന്നു. കർപ്പൂരം തൊടുമ്പോൾ സ്കിന്നിൽ ആ ഹീറ്റ് എനർജി വരുന്നു. ചന്ദനം സ്വീകരിക്കുമ്പോൾ സ്കിന്ന് മൂന്നാമത്തെ സെൻസ് ആക്റ്റീവ് ആകുന്നു. ആ കർപ്പൂരം എടുത്ത് മണപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗണപതി ഹോമത്തിൻ്റെ ഏരിയയിലൂടെ പോകുന്ന ഉടനെ അതിൻ്റെ ഒരു സ്മെല്ല്, കർപ്പൂരങ്ങളുടെ സ്മെല്ല്, ആഴിയുടെ സ്മെല്ല് നാലാമത്തെ ഇന്ദ്രിയമായ നിങ്ങളുടെ മൂക്കിനെ ആക്റ്റീവ് ചെയ്യുന്നു. ഇനി ഈ അമ്പലത്തിലെ പ്രസാദങ്ങൾ പുണ്യാഹങ്ങൾ സ്വീകരിക്കുന്നുണ്ട് നമ്മുടെ നാക്ക്, നമ്മുടെ അഞ്ചാമത്തെ ഇന്ദ്രിയം ആക്റ്റീവ് ആകും. അങ്ങനെ ഒരു ആരാധനാലയത്തിൽ ചെല്ലുന്ന ഉടനെ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളും ആക്റ്റീവായി നിൽക്കുന്ന ഒരു ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഈ ഹൈ ഫ്രീക്വൻസിയിൽ നിൽക്കുന്ന ഉടനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ? ഭഗവാനെ എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരണം, ഭഗവാനെ എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഹൈ എനർജിയിൽ നിൽക്കുമ്പോൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഇൻപുട്ട് കിട്ടും, പെട്ടെന്ന് അത് സ്വീകരിക്കും. ആൻഡ് ദാറ്റ് ഗോണ മാനിഫെസ്റ്റ്. ഇതുവരെ ഇങ്ങനെയൊക്കെയല്ലേ പ്രാർത്ഥിച്ചു, ഇനി ചെറിയൊരു മാറ്റം കൊണ്ടുവരൂ. ക്ഷേത്രങ്ങളിൽ പള്ളികളിൽ പോകുമ്പോൾ ഒരു കുറച്ച് സമയം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സൊന്ന് സ്വസ്ഥമായി കഴിയുമ്പോൾ ഹൈലി എനർജറ്റിക് ആയ ഒരു ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ആഗ്രഹങ്ങൾ നിങ്ങൾ അവിടെ ഭഗവാനോട്, ആ ഒരു സർവശക്തനായ ഭഗവാനോട് കണ്ണടച്ച് ഭഗവാനെ നന്ദി, എൻ്റെ ലൈഫിൽ ഇത്രയും മനോഹരമായ ഒരു പാർട്ട്ണറിനെ കൊണ്ട് തന്നതിന് ഭഗവാനെ നന്ദി. വാവ് യൂണിവേഴ്സ്, എനിക്ക് ഇത്രയും ആരോഗ്യമുണ്ടല്ലോ, വാവ് താങ്ക് യു, ഐ എം റിയലി ഹാപ്പി. അതിയായ സമ്പത്ത് ധനം എന്നിലേക്ക് വന്നു ചേരുന്നതിന് ഒരുപാട് നന്ദി. നന്ദി പറയാൻ വേണ്ടിയിട്ട് ആ സന്ദർഭങ്ങൾ ഉപയോഗിക്കൂ. നന്ദി പറഞ്ഞുകൊണ്ട് അഫർമേഷൻ പറയും. ഡെഫിനറ്റ്ലി മാറ്റം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കണ്ടു തുടങ്ങും. ആ ഹൈ എനർജീനെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യൂ. അവിടെ നെഗറ്റീവായിട്ടുള്ള ഇൻപുട്ട് കൊടുക്കാതെ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് കൊടുത്ത് സംസാരിക്കൂ. ലൈഫിൽ മാറ്റങ്ങളുണ്ടാവും.